എല്ലാവർക്കും നമസ്കാരം. നമുക്കിന്നൊരു കാളൻ കറി ആക്കിയാലോ? ഓണസദ്യയിൽ ഒഴിച്ചുകൂടാൻ പറ്റാത്തൊരു വിഭവമായ കാളൻ കറി നമുക്ക് എങ്ങനെ ഉണ്ടാക്കേണ്ടതെന്ന് തയ്യാറാക്കുന്ന വിധം നമുക്ക് നോക്കാം കേട്ടോ. മമ്മി അതിന് വേണ്ടിയിട്ടുള്ള ചേരുവകളൊക്കെ നമുക്ക് പറഞ്ഞു തരും. ഇന്ന് കാളൻ ഉണ്ടാക്കാം കേട്ടോ. നമുക്ക് ഗ്യാസ് കത്തിച്ചു, തേങ്ങയും കായും മുളക് പൊടി, കുരുമുളക് പൊടി, ഉപ്പൊക്കെ വേവിച്ച് വെച്ചതാണ് കേട്ടോ. അതൊന്ന് ചൂടാക്കിയിട്ട് അരപ്പൊക്കെ അരച്ച് വെച്ചിട്ടുണ്ട്. തൈര്, ജീരകം, പച്ചമുളക്, കരിവേപ്പില എല്ലാം കൂടിയിട്ട് അരച്ച് വെച്ച നാളികേരമൊക്കെ കൂടിയിട്ട് അരച്ച് വെച്ചതാട്ടോ. ഇത് 3 കായ എടുത്തു, 1 കിലോ തേങ്ങ എടുത്തു, 1/2 ലിറ്റർ തൈര് എടുത്തു, 1 മുറി നാളികേരം എടുത്തു. ഇത് അതിലൊഴിക്കണം കേട്ടോ. അരയ്ക്കുമ്പോൾ വെള്ളം ഒഴിക്കണോ? തൈരിൽ അരച്ച വെള്ളമൊന്നും ഒഴിച്ചരച്ചില്ല. ചിലർ തൈരിൽ അരക്കില്ല, വെള്ളത്തിൽ അരച്ചിട്ട് തൈര് ലാസ്റ്റ് ഇടും. പക്ഷേ ഞാൻ തൈരിൽ അരച്ചു. ഫുള്ള് തൈരിലാണ് അരച്ചത്, വെള്ളം ഒഴിച്ചില്ല. തള വരുമ്പോൾ കിടത്തിയിടണം കേട്ടോ. കിടത്തിയിട്ടിട്ട് കുറച്ച് ഉലുവപ്പൊടി ഇടണം കേട്ടോ. എണ്ണ ഒഴിച്ചു, കടുക് ഇട്ടു, ഉലുവ ഇട്ടു. ആ കടുക് പൊട്ടി കഴിയുമ്പോൾ കരിവേപ്പിലയും പച്ചമുളകും ഇടാം കേട്ടോ. കളറിന് കുറച്ച് മുളക് പൊടി ഇടണം കേട്ടോ. കുറച്ച് ഉണക്കമുളക് ഇടണം കേട്ടോ. കടുക് താളിച്ചു അതിലിട്ടു കേട്ടോ. 1 സ്പൂണ് നെയ്യ്, 1 സ്പൂണ് പഞ്ചസാര. അത് ശർക്കര വേണമെങ്കിൽ ശർക്കര ഇടാം. ഇവിടെ കട്ട ശർക്കര കൊണ്ട് ഇടാൻ കേട്ടോ. അങ്ങനെ നമ്മുടെ സ്വാദിഷ്ടമായ ഓണസദ്യ കാളൻ കറി തയ്യാറായി. ഈ ഓണക്കാലത്ത് എല്ലാവരുടെയും വീടുകളിൽ സന്തോഷവും സമൃദ്ധിയും നിറയട്ടെ കേട്ടോ. എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്കും ഷെയറും ചെയ്യാൻ മറക്കരുത്. വീണ്ടും മറ്റൊരു വിഭവമായി വരുന്നവരെ ബൈ.